ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഡിന്നർ കോംബോ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ കോംബോ ആണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട റുമാലി റൊട്ടിയും ബട്ടർ ചിക്കനും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ റുമാലി റൊട്ടിയിലേക്ക് വേണ്ടത് മാവൊന്ന് കുഴച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ ഞാൻ 2 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെത് 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ. നമ്മളിപ്പോൾ മൈദ എടുക്കുമ്പോൾ ഒരല്പം ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്താലാണ് ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുള്ളൂ. നമുക്ക് റുമാലി റൊട്ടിയുടെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടില്ല, പകരം ഒലീവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി, ഏതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ഈ മാവ് പാല് വെച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇളം ചൂടുള്ള പാലെടുക്കുക കേട്ടോ. ഓവർ ചൂടാവാനും പാടില്ല, എന്നാൽ ഭയങ്കര തണുത്ത പാലെടുക്കരുത്. ഒരു നോർമൽ ചൂടുള്ള പാലെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഓവർ അങ്ങനെ ലൂസായി പോകരുത് മാവ്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴക്കുക. അപ്പോൾ ഞാൻ ടോട്ടൽ എത്ര പാലെടുത്തു എന്നുള്ള കറക്റ്റ് അളവ് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് നമ്മൾ നോർമൽ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒരു 1-2 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മുടെ റുമാലി റൊട്ടി എന്ന് പറയുന്നത് അത് കുഴച്ചെടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അത്രയും നന്നായിട്ട് കിട്ടും. അപ്പോൾ സമയം എടുത്തിട്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കണേ. അങ്ങനെ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരല്പം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ തടയിട്ട് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ തടവൊന്നുമില്ല, അത്യാവശ്യം നെയ്യൊക്കെ ആക്കിയതാണല്ലോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇനി അരമണിക്കൂറിന് ശേഷം നമുക്ക് റൊട്ടി ഉണ്ടാക്കി തുടങ്ങാം. അങ്ങനെ ഇതാ ഇപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റൊട്ടി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ മാവ് കണ്ടില്ല, അത്യാവശ്യം നല്ല സോഫ്റ്റായി കിടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഓരോരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി വെക്കാം. അപ്പോൾ ഒരുപാട് ഒന്നിച്ച് ഉരുട്ടി വെക്കേണ്ട. ആദ്യം ഒരു ഫസ്റ്റ് ബാച്ചായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ 2 ബോൾസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ ഒരെണ്ണം ഉരുട്ടിയിട്ടുണ്ട്. അതേ സെയിം അളവ് തന്നെ ഒരെണ്ണം കൂടി ഉരുട്ടി വെക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ 2 ബോൾസ് ആക്കിയിട്ടുണ്ടല്ലേ, രണ്ടും സെയിം അളവ് തന്നെയാണ് ഉരുട്ടി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ള മാവില്ലേ, അത് അടുത്തത് പരത്തി എടുക്കുന്നത് വരെ നമുക്ക് കവർ ചെയ്ത് തന്നെ വെക്കണേ, അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ അടച്ചിട്ട് മാത്രം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ. എന്നിട്ട് പരത്തുന്ന പരിപാടി നോക്കുക, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റുമാലി റൊട്ടി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 തരം പൊടികൾ നമുക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ബൗളിൽ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പത്തിരിയോ ഇടിയപ്പോ അല്ലെങ്കിൽ റൊട്ടി ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഏതെങ്കിലും ഒരു അരിപ്പൊടി എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ രണ്ടാമത്തെ ബൗളിൽ ഞാൻ കുറച്ച് മൈദയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് തന്നെ റൊട്ടി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉരുട്ടി വെച്ചിട്ടുള്ള ഒരു ബോൾ എടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നന്നായിട്ട് ഇതുപോലെ ബ്രഷ് കൊണ്ടോ സ്പൂണ് കൊണ്ടോ ഓയിൽ നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഇതുപോലെ. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയില്ലേ, ആ അരിപ്പൊടി മൊത്തത്തിലൊന്ന് വിതറിയിട്ട് ഒന്ന് എല്ലാ സൈഡിലേക്കും അരിപ്പൊടി ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് വിരൽ കൊണ്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉരുട്ടി വെച്ചിട്ടില്ല, അത് സെയിം രീതിക്ക് തന്നെ ചെയ്ത് വെക്കുക കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിൽ അരിപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടും തമ്മിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് എല്ലാ സൈഡും ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് ഒട്ടിച്ച് ഒരേ വലുപ്പത്തിലാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു ബൗളിൽ മൈദ എടുത്ത് വെച്ചില്ലേ, ആ മൈദയിലേക്ക് നന്നായിട്ടൊന്ന് ആ ഒരു മാവിനെ മുക്കി കൊടുക്കുക, നല്ലപോലെ കോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുക്കേണ്ട പരിപാടിയുള്ളൂ കേട്ടോ. അപ്പോൾ 2 വെച്ചിട്ട് പരത്തിയെടുക്കുമ്പോൾ എന്താ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല
നേരിയതായിട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് പരത്തിയെടുക്കാനും പറ്റും, പെട്ടെന്ന് റെഡിയാവും ചെയ്യും. നോർമലി റുമാലി റൊട്ടി എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഫ്രൈ പാനിൽ ചെയ്തെടുക്കാനുള്ളതല്ലേ. നോർമലി റുമാലി റൊട്ടി അറിയാമല്ലോ, കടയിലൊക്കെ ഒരു കുടുക്ക പോലത്തെ ഒരു ചെമ്പിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ടല്ലേ പെട്ടെന്ന് അവർ ചുട്ടെടുക്കുക, കമിഴ്ത്ത് വെച്ചിട്ട്. പക്ഷെ നമുക്കിപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിത് ഫ്രൈ പാനിൽ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാനും പറ്റും. അപ്പോൾ ഭയങ്കര ഓവർ നേരിയതായിട്ട് പരത്തിയെടുക്കേണ്ട, കാരണം നമുക്കിത് പിന്നീട് ചുട്ടതിന് ശേഷം രണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ അത്യാവശ്യം നേരിയതായിട്ട് പരത്തുകയും വേണം, ആ ഒരു രീതിക്ക് കേട്ടോ. ഓവർ കട്ടിയാവാനും പാടില്ല. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടായ പാനിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മാത്രം പരത്തിയെടുക്കുക കേട്ടോ. കാരണം കടയിലൊന്നും കിട്ടുന്ന പോലെ നമുക്ക് വലിയതായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനനുസരിച്ചുള്ള പാനൊന്നും വീട്ടിലുണ്ടാവില്ല. പിന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിലേക്കും തീ ചൂട് എത്തി കിട്ടുമില്ലല്ലോ വലിയ പാനൊന്നും വെച്ചാൽ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മുകൾ ഭാഗമൊക്കെ കണ്ടില്ല, മൊത്തത്തിലൊന്ന് ആറി ചെറിയ രീതിക്ക് എല്ലാ ഭാഗത്തുനിന്നും മൊത്തത്തിലൊന്ന് ബബിൾസ് വന്ന് തുടങ്ങി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2 തവണ മാത്രം രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് ടൈം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രൈ പാനിൽ റുമാലി റൊട്ടി ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും കേട്ടോ. പിന്നെ ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 തവണ മാത്രം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് വെക്കുക. അപ്പോൾ ഇതാ നമ്മുടെ റൊട്ടി കണ്ടില്ല, ഒരെണ്ണ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുന്ന സമയത്ത് എടുക്കുക. കണ്ടില്ല, അതിൽ കറക്റ്റ് ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടിയിട്ടില്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ, ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ചൂടോടെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തണുക്കാൻ വേണ്ടി വെക്കരുത്, ചൂടോടെ ഇതുപോലെ പതുക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് അങ്ങനെ അങ്ങ് മുറിഞ്ഞു പോവും. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും കേട്ടോ. പതുക്കെ സാവധാനം ഇങ്ങനെ ചെയ്തെടുക്കുക. ഇതാ മൊത്തത്തിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഫ്രൈ പാനിൽ ചെയ്ത റുമാലി റൊട്ടിയെന്ന് പറയില്ല, കുറച്ചൊരു വലുപ്പത്തിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അറിയാലോ, റുമാലി റൊട്ടി ഇങ്ങനെയാണല്ലേ ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ചൂടോടെ തന്നെ കാസറോളിൽ ഇട്ടിട്ട് വെക്കുക കേട്ടോ. പുറമേ തുറന്നിട്ട് വെക്കരുത്, അപ്പാടും മൊത്തത്തിൽ ഹാർഡായി പോവും. അപ്പോൾ ആ ഒരു കറക്റ്റ് സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടണമെങ്കിൽ കാസറോളിൽ ഇട്ടിട്ട് നമ്മൾ കഴിക്കാൻ നേരത്ത് സെർവ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ റുമാലി റൊട്ടി മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും സമയം കാസ്ട്രോളിൽ ഇട്ട് വെച്ചേട്ടെ കറിയൊക്കെ റെഡിയാകുന്നവരെ. പക്ഷേ ഞാൻ കയ്യിൽ ചുരുട്ടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നില്ല എത്രമാത്രം സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തതിന് ആ കറക്റ്റ് രീതിക്ക് തന്നെ കിട്ടും കേട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചുട്ടിട്ട് ഇതുപോലെ കാസ്ട്രോളിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ബട്ടർ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ 2-3 ദിവസം മുന്നേ ഇട്ടതാണ്. അപ്പോൾ ബട്ടർ ചിക്കൻ്റെ ലിങ്കൊക്കെ ഞാൻ പിണ്ട് കമൻറ്റായിട്ട് കൊടുക്കാം കേട്ടോ. എന്തായാലും കയറി ചെക്ക് ചെയ്ത് നോക്കണേ. സൂപ്പർ കോംബോ ആണ് കേട്ടോ, വെറുതെ പറയല്ല. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും ഒരേ രീതിക്കുള്ള ഡിന്നർ പാർട്ടിയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ വീട്ടിൽ ഗസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയാൻ പറ്റുന്നതിന് അവരുടെ മുന്നിൽ സ്റ്റാറായിട്ട് നിൽക്കുക കേട്ടോ. ശരിക്കും സൂപ്പർ കോംബോ ആണ്, വെറുതെ പറയല്ല. എന്തായാലും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. പ്രത്യേകിച്ച് നോമ്പൊക്കെ ആവാറായില്ലേ, നോമ്പിന് എണ്ണ കൂടുതലുള്ള ഐറ്റംസ് ഇഷ്ടപ്പെടാതെ ഒരുപാട് പേരുണ്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ കോംബോ തന്നെയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻസ്റ്റയിൽ ഫോട്ടോസൊക്കെ അയച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്